ശുദ്ധാക്ഷരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ വീണ്ടും സ്വാഗതം. ബുദ്ധിയുള്ളവർക്ക് ചോദ്യങ്ങളുണ്ടാവും. ഒന്നല്ല, 1000 ചോദ്യങ്ങൾ. കുഞ്ഞുങ്ങളെ ബുദ്ധിയുള്ളവരാക്കി വളർത്തണമെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ അവരെ നിരന്തരം പ്രേരിപ്പിക്കുക എന്നാണ് മനഃശാസ്ത്രം പറഞ്ഞു തരിക. പക്ഷെ പലപ്പോഴും എന്തുകൊണ്ട് എന്ന് കുഞ്ഞ് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടെന്നതിന് ഉത്തരം പറയാൻ മാതാപിതാക്കൾക്ക് പറ്റാത്തതുകൊണ്ട് വായ മൂടട എന്ന് പറയും. ഈ വായ മൂടൽ സത്യത്തിൽ സംസ്കാരത്തിൻ്റെ വായ മൂടിക്കെട്ടൽ പോലെ തന്നെയാണ്. അതുകൊണ്ട് പ്ലേറ്റോ പറഞ്ഞതുപോലെ നിരന്തരം ചോദ്യങ്ങളുള്ള കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുക. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സന്തോഷിക്കുക. കാരണം ബുദ്ധിയിൽ നിന്നാണ് ചോദ്യം വരിക. നിങ്ങളുടെ കുഞ്ഞ് ഇപ്പോൾ ചോദ്യങ്ങളെ ചോദിക്കുന്നില്ലെങ്കിൽ ഒന്നുകിൽ അവൻ മഹാസന്യാസിയായി മാറി, അല്ലെങ്കിൽ അവനൊരു മന്ദബുദ്ധിയായി തീർന്നിട്ടുണ്ട്. അവൻ്റെ ഉള്ളിൽ ആരൊക്കെയോ ചത്തുപോയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നും ശബ്ദമില്ലായ്മയുടെ ഏതോ ജീർണത മാത്രം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ചോദ്യങ്ങൾ അവനിഷ്ടം പോലെ ചോദിക്കട്ടെ. മലയാള ശാസ്ത്ര സാഹിത്യത്തിലെ മഹാത്ഭുതമെന്ന് വിളിക്കപ്പെടുന്നൊരു പുസ്തകം ഒരു തവണ ഇതിലൂടെ കടന്നുപോയിട്ടും ഇതിലെ വിഭവങ്ങൾ തീർന്നു പോകാത്തതുകൊണ്ട് വീണ്ടും അവതരിപ്പിക്കുകയാണ്. പുസ്തകത്തിൻ്റെ ശീർഷകം എന്തുകൊണ്ട്. പണ്ട് കുട്ടിക്കാലത്ത് റേഡിയോയിലെ ഒരു പ്രത്യേക പരിപാടിയായിരുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ എന്തുകൊണ്ടെന്ന്. അതൊരു പാട്ടായിട്ട് ആരോ പാടിത്തുടങ്ങും. അതിൻ്റെ ഉത്തരമായിട്ട് പിന്നെ പാട്ട് രൂപത്തിൽ, പിന്നെ പാട്ടില്ലാത്ത രൂപത്തിലൊക്കെ വളരെ സുന്ദരമായ കൗതുക വാർത്തകൾ നമ്മുടെ മുമ്പിൽ അണിനിരക്കും. ഇന്ന് വീണ്ടും ഈ പുസ്തകത്തിലൂടെ യാത്ര നടത്തുകയാണ്. ഇപ്പോൾ വേനൽക്കാലമാണ്, വേനലറുതിക്കാലം. ഇനി മഴക്കാലം വരും. മഴക്കാലം വരുമ്പോൾ നമ്മുടെ വയലോലകളിലൊക്കെ തവളകൾ പ്രോക്രോം എന്ന മട്ടിൽ കരയാൻ തുടങ്ങും. ഈ തവളകൾ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? മാതാപിതാക്കളോട് മക്കൾ ചോദിച്ചിട്ടുണ്ടാകാം, തവളകൾ എന്തുകൊണ്ടാണ് ഇത്ര കൊച്ചത്തിൽ കരയുന്നത്? മാതാപിതാക്കൾ പറയും മിണ്ടാതിരിക്കുക. പിന്നെ മക്കൾ വീണ്ടും ചോദിക്കും, എന്തുകൊണ്ടാണ് തവളകൾ കരയുന്നത്? ഉത്തരം വളരെ വ്യക്തമാണ്. മിക്ക ജാതി തവളകളും മുട്ടയിടുന്നത് വെള്ളത്തിലാണ്. അതുകൊണ്ട് ഇവയുടെ പ്രജനന കാലത്തിനും മഴക്കാലവുമായിട്ട് വലിയ ബന്ധമുണ്ട്. മഴക്കാലം ആരംഭിക്കുന്നതോടെ ആൺതവളകൾ ഇണകളെ ആകർഷിക്കുവാനായിട്ട് ഗംഭീരമായൊരു സംഗീത മത്സരം സംഘടിപ്പിക്കുകയായി. ഒരുതരം ഒച്ചവെക്കൽ മത്സരമാണ്. ഏറ്റവും ഉച്ചത്തിൽ, ഏറ്റവും നീണ്ടു നിൽക്കുന്ന വിധത്തിൽ ആരാണോ സ്വരം മുഴക്കുന്നത് അയാളാണ് കൂടുതൽ ഇണകളെ സംഘടിപ്പിക്കുക. അതുകൊണ്ട് പാവം തവളകൾ എല്ലാ ആണുങ്ങളും ചെയ്യുന്നത് പോലെ പെണ്ണുങ്ങളെ ആകർഷിക്കുവാൻ വേണ്ടി ഒച്ച വെക്കാൻ തുടങ്ങും. ഒച്ച വെച്ച് പോക്രോം എന്ന മട്ടിൽ കരയാൻ തുടങ്ങും. ഇങ്ങനെ ഒരുപാട് കരഞ്ഞിട്ടും രക്ഷയില്ലാതെ വരുമ്പോൾ വീണ്ടും ഒച്ചത്തിൽ കരഞ്ഞ് അവസാനം ആരെയെങ്കിലും തന്നിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് ഓർത്തേക്കുക, ഇനി പാടത്തും വയൽ വരമ്പിലൊക്കെ കരച്ചിൽ ഉയരുമ്പോൾ ഏതോ ഒരു പാവപ്പെട്ട ആൺതവിള ഏതോ ഒരു പ്രണയഗാനം ആലപിക്കുകയാണ് എന്നങ്ങ് കരുതിയാൽ മതി. സ്വരത്തെക്കുറിച്ച് പറയുമ്പോൾ അടുത്ത ഒരു ചോദ്യമുണ്ട്. ശബ്ദവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ആ ചോദ്യം ഉയരുക. നമുക്ക് വലിയ ശബ്ദങ്ങൾ എത്രത്തോളം ആഘാതം ഉണ്ടാക്കുന്നുണ്ട്? ഒരു നിയമമുള്ളത് അറിയാമല്ലോ, വലിയ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. അത് പൊതുജന ആരോഗ്യത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് ശബ്ദം വലിയ പ്രശ്നകാരിയാണെന്ന് പറയപ്പെടുന്നത്? ശബ്ദത്തെ സൂചിപ്പിക്കാനായിട്ട് ഡെസിബൽ എന്ന ഏകകമാണ് ഉപയോഗിക്കുക. 90 ഡെസിബലിന് മുകളിലുള്ള ശബ്ദം ആരോഗ്യത്തെ ബാധിക്കും. 95 ഡെസിബലിന് കൂടുതലുള്ള ശബ്ദം വർഷങ്ങളോളം ശ്രവിക്കുന്നത് ബധിരതയുണ്ടാക്കും. ഇനി തുടർച്ചയായ ശബ്ദശല്യം ഉറക്കം നഷ്ടപ്പെടുത്തുന്നു. 130 ഡെസിബലിന് മേലുള്ള ശബ്ദ കോലാഹലം ചെവിക്ക് വേദനയും മനസ്സിന് അസ്വസ്ഥവും ഉണ്ടാക്കും. അപ്പോൾ ഒരു കാര്യം ഓർത്തേക്കണം, ചില പള്ളികളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുന്നു, പിന്നെ ശബ്ദ കോലാഹലമാണ്. ചില കൊയറുകളൊക്കെ കേട്ട് ഹൃദയാഘാതത്തിനടുത്തെത്തി നിൽക്കുന്ന ആളുകളൊക്കെ പിന്നെ കൊയർ മാസ്റ്റർ ഇടയ്ക്ക് ചെന്ന് കൈകൂപ്പി പറയും, ഇങ്ങനെ പാടി ഹൃദയം തകർക്കരുത്, ഒരല്പം കൂടി സ്വരം താഴ്ത്തണം. 16 കൊയറംഗങ്ങളുണ്ടെങ്കിൽ 16 മൈക്കും വായിലോട്ട് ചേർത്ത് വെച്ചുകൊണ്ട് പാടുന്ന രീതിയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അന്തരീക്ഷ മലിനീകരണം കൂടി സംഭവിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കി ആളുകളോട് ഒരല്പം കൂടി കരുണ കാണിക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇനി വീണ്ടും അടുത്ത ഒരു പാഠത്തിലേക്ക്. ഇലകൾ വെയിലത്തിങ്ങനെ നിൽക്കുകയാണ്.
എന്നിട്ടും ഇലകളിൽ വല്ലാത്ത തണുപ്പ് ഉള്ളത് എന്തുകൊണ്ടാണ്? വരണ്ട് ഉണങ്ങി പോകേണ്ടതായിരുന്നില്ലേ ഇലകളൊക്കെ? നല്ല വെയിലത്ത് എന്ത് സാധനം വെച്ചാലും പെട്ടെന്ന് ചൂട് പിടിക്കുമല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇലകൾ മാത്രം ചൂട് പിടിക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇലകളിൽ ഒരു തരം സൂക്ഷ്മ രന്ധ്രങ്ങളുണ്ട്. സ്റ്റൊമാറ്റ എന്നാണ് അവയുടെ പേര്. ഇവയിലൂടെ പകൽ സമയം മുഴുവൻ തുടർച്ചയായി ജലം ആവിയായി പോയിക്കൊണ്ടിരിക്കും. അകത്ത് നടക്കുന്ന സങ്കീർണമായ ഈ രാസപ്രക്രിയ ഉള്ളതുകൊണ്ടാണ് അതിൽ ജലാംശം ഉണ്ടാകുന്നത്. ഇങ്ങനെ ആവിയായി പോകുന്നതിന് വേണ്ട താപം ഇലയുടെ പ്രതലത്തിൽ നിന്നെടുക്കുന്നതിനാൽ അവിടുത്തെ താപനില കുറയുന്നു, ഇല തണുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇല കൊടും വെയിലത്തും തളർന്നു പോകാതെ വരണ്ടു പോകാതെ അപ്പോഴും ഒരുതരം പച്ചപ്പിൻ്റെ പ്രതീകം പോലെ നിൽക്കുന്നു. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് പേടിക്കുമ്പോൾ പെട്ടെന്ന് വിറവലൊക്കെ വരും, മുഖം വിളറിപ്പോകും എന്ന് പറയപ്പെടുന്നു. ഈ വിളറിപ്പോകാനുള്ള കാരണം എന്താണ്? അതും രസകരമായ ഒരു അന്വേഷണത്തിലേക്ക് നമ്മളെ നയിക്കും. സാധാരണഗതിയിൽ നിങ്ങളുടെ ത്വക്കിൻ്റെ നിറം രണ്ട് തരത്തിലാണ് മനസ്സിലാക്കുന്നു. ഒന്ന്, നിങ്ങളുടെ ത്വക്കിൻ്റെ സ്വാഭാവികമായ നിറം, അത് മഞ്ഞയാകാം, ചുവപ്പാകാം, വെളുപ്പാകാം, കറുപ്പാകാം, എന്തുമാകാം. ഇനി ത്വക്കിനകത്ത് രക്തയോട്ടമുണ്ട്. ഈ രക്തയോട്ടത്തിൻ്റെ കളറും അതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരാളുടെ നിറത്തെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ രക്തയോട്ടവും ത്വക്കിൻ്റെ നിറവും ഒക്കെ പരിഗണിച്ചാണ് പറയാറ്. പേടി വരുമ്പോൾ എന്താ സംഭവിക്കുക? പേടി വരുമ്പോൾ സാധാരണ വെളുത്ത നിറത്തിലുള്ള മനുഷ്യരാണെങ്കിൽ അവരുടെ മുഖം വിളറിപ്പോവും. വിളറാനുള്ള കാരണം ഈ അപായകരമായ സിഗ്നലുകൾ തലച്ചോറിൽ നിന്നും ഹൃദയത്തിലേക്ക് പാസ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ഹൃദയം പിന്നെ രക്തം പമ്പ് ചെയ്യുന്നത് നിർത്തിക്കളയും. കാരണം വല്ലാതൊരു അപകടസ്ഥിതിയിലാണ്. അപ്പോൾ രക്തം പമ്പ് ചെയ്യാതെ വരുമ്പോൾ പെട്ടെന്ന് ഒരാളുടെ മുഖം വെളുത്ത് പോകുന്നു. ഇങ്ങനെ വെളുത്ത ഈ സംഗതി സാധാരണ സംഭവിക്കുന്നത് ഈ ഒരു പ്രോസസ്സ് കൊണ്ടാണ്. ഇതും രസകരമായ ഒരു പാഠമായിട്ട് എണ്ണി എടുക്കുക. മുഖം മഞ്ഞളിക്കുന്നത് പോലെ സംഭവിക്കുന്നൊരു കാര്യമാണ് ബോധക്കേടുണ്ടാവുന്നത്. പല ആളുകളും ബോധം കെട്ട് വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരാൾക്ക് ബോധക്കേട് ഉണ്ടാവുന്നത്? ആദ്യം ബോധമുള്ളവരെ ബോധക്കേടിലേക്ക് തെന്നി വീഴുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് എങ്ങനെയാണ് ബോധക്കേട് സംഭവിക്കുക? തലച്ചോറിലേക്ക് ആവശ്യത്തിന് ശുദ്ധ രക്തവും ഓക്സിജനും ചെല്ലാതിരിക്കുമ്പോഴാണ് ഒരാൾ ബോധം കെട്ട് വീഴുക. അതെങ്ങനെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്? ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നൊരു റൂമിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ആവശ്യത്തിന് ഓക്സിജൻ ആവശ്യത്തിന് കിട്ടാതെ വരുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഒരുപാട് കുറയുന്നു. പിന്നെ അയാളുടെ തലച്ചോറിലേക്കുള്ള വായുപ്രവാഹം തടസ്സപ്പെട്ട് രക്തചംക്രമണം ഇല്ലാതെ വരുമ്പോൾ സ്വിച്ച് ഓഫ് ആകപ്പെടുന്ന പാവം ആൾ നിലത്തേക്ക് വീഴുന്നു. ഇങ്ങനെ വീഴുമ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുകൂടി കുട്ടികൾ വരെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അയാൾക്ക് പ്രാണവായു കിട്ടുന്ന വിധത്തിൽ ജനാലകളൊക്കെ ഒന്ന് തുറന്നിടാം. ഇനി ഒരു കുടുസു മുറിയിൽ കിടക്കുന്ന ആളെ പുറത്തേക്കൊന്ന് കൊണ്ടുവന്നാൽ തന്നെ അയാൾക്ക് ബോധം വീണ്ടും കിട്ടും. കാപ്പി കുടിപ്പിക്കാവുന്നതാണ്. കാരണം കാപ്പിയുടെ ഗന്ധം തന്നെ രക്തക്കുഴലുകളെ പെട്ടെന്ന് ഉത്തേജിപ്പിക്കും. അതുകൊണ്ട് കൂടുതലായിട്ട് ഓക്സിജൻ അത് സ്വീകരിക്കും. പിന്നെ ഒരാൾക്ക് ബോധം വരികയും ചെയ്യും. പിന്നെ സാധിക്കുമെങ്കിൽ അമോണിയ അത് കൈവശമുണ്ടെങ്കിൽ മണപ്പിക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി വേറൊരു തരത്തിലും ബോധക്കേട് വരാം. അത് ഷോക്ക് ഏൽക്കുമ്പോഴോ സൂര്യാഘാതം ഏൽക്കുമ്പോഴോ അല്ലെങ്കിൽ അടി കിട്ടുമ്പോഴൊക്കെ. അതും രണ്ട് തരത്തിലാണ്. ഒന്നിനെ ചുവപ്പ് ബോധക്ഷയം എന്ന് വിളിക്കുന്നു. ഇത് വരുമ്പോൾ രോഗിയുടെ മുഖം ചുവന്ന് തുടുക്കും. ആ സമയത്ത് ചെയ്യേണ്ടത് അല്പം തല ഉയർത്തി വെക്കണം, തണുപ്പ് നൽകണം തലയിൽ. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ശ്വേതബോധക്ഷയം എന്ന് പറയുന്നത്. ഇതുണ്ടാകുമ്പോൾ രോഗിയുടെ മുഖം വിളറും. അങ്ങനെ വിളറുന്ന സമയത്ത് അയാളുടെ തല താണിരിക്കുന്ന വിധത്തിലാണ് വെക്കേണ്ടത്. മാത്രമല്ല തണുപ്പ് നൽകരുത്, ചൂട് നൽകുകയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. ഇതെല്ലാം സാധാരണ നുറുങ്ങ് വിദ്യകളാണല്ലോ. ഇതിലൂടെയും ആളുകളൊക്കെ വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിച്ചേക്കാം. അടുത്തൊരു ചോദ്യം, കൊച്ചുകുട്ടികൾക്ക് പല്ല് 6 വയസ്സിന് ശേഷം കൊഴിഞ്ഞു പോകാറുണ്ട്. നമ്മളിപ്പോൾ പറയുന്ന പല്ലുകളെല്ലാം കൊഴിഞ്ഞു പോയി എന്ന്. എന്തുകൊണ്ടാണ് പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നത്? എപ്പോഴെങ്കിലും ഈ ചോദ്യം
ചോദിച്ചിട്ടുണ്ടാകാം. ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഉത്തരവും കണ്ടെത്തേണ്ടതാണ്. 2 പ്രാവശ്യമാണ് പല്ല് കിളിർക്കുന്നത്. ആദ്യം കിളിർക്കുന്ന പല്ലുകളെ പാൽപ്പല്ലെന്ന് വിളിക്കും. പാൽപ്പല്ലെന്ന് വിളിക്കുന്നതിൻ്റെ ഒരു കാരണം പാല് പോലെ വെളുത്തിരിക്കും. കാരണം അത്രയ്ക്കങ്ങ് വൃത്തികേട് പല്ലിന് വന്ന് ഭവിച്ചിട്ടില്ലല്ലോ ആ സമയത്ത്. രണ്ടാമത്തെ ഒരു കാരണം ആ സമയത്ത് പാല് മാത്രമൊക്കെ കുടിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ പാലിൽ നുണയുന്ന പല്ലുകളെ പാൽപ്പല്ലുകൾ എന്ന് വിളിക്കാമല്ലോ. അങ്ങനെ പാൽപ്പല്ലുകളുടെ കാലം കഴിഞ്ഞ്, അതായത് ഒരാൾക്ക് ഏകദേശം ഒരു 6 വയസ്സ് കഴിഞ്ഞു. 6 വയസ്സ് കഴിഞ്ഞ് പിന്നെ 12-ാം വയസ്സ് വരെ പല്ല് കിളിർക്കുന്ന കാലമാണ്. അപ്പോൾ പല്ല് കിളിർക്കുന്ന കാലഘട്ടത്തിൽ ആദ്യത്തെ പല്ലുകൾ കൊഴിഞ്ഞു പോകും. ആദ്യമുള്ളത് 20 പല്ലുകളാണ്. കാരണം അണപ്പല്ലുകളൊന്നും അപ്പോൾ ആവശ്യമില്ല. വല്ലാതെ കീറി മുറിച്ച് അരക്കേണ്ട വിധത്തിലുള്ള ഭക്ഷണമല്ല ഇപ്പോൾ കഴിക്കുന്നത്. അതുകൊണ്ട് അണപ്പല്ലൊന്നും വേണ്ടി വരില്ല. പക്ഷെ പിന്നീട് കുറച്ചുകൂടി ദൃഢതയുള്ള സാധനങ്ങളൊക്കെ ചവച്ചിറക്കണം. അതിനു വേണ്ടി അണപ്പല്ല് വേണം. പിന്നെ 32 പല്ലുകളാണ് ഉണ്ടാവുക. ആദ്യത്തെ പല്ലിരുന്ന സ്ഥലത്ത് തന്നെയാണ് പിന്നീടുള്ള പല്ലുകൾ മുളച്ചു വന്നത്. അങ്ങനെ മുളച്ചു പൊങ്ങുമ്പോൾ ആദ്യത്തെ പാൽപ്പല്ല്, പാവപ്പെട്ട പല്ല് ഔട്ടാക്കപ്പെടുന്നു. അതുകൊണ്ട് തെറിച്ചങ്ങ് പോകും. അതിന് പകരമായിട്ട് കുറച്ചുകൂടി കരുത്തുള്ള വമ്പനായിട്ടുള്ള പുതിയ പല്ല് സെറ്റ് 32 പേർ അവരിങ്ങനെ രംഗപ്രവേശിക്കുന്നു. ആദ്യത്തെ നായകന്മാർ ക്ലീൻ ഔട്ട്. രണ്ടാമത്തെ നായകന്മാർ ഇപ്പോൾ രംഗം പിടിച്ചടക്കുന്നു. പിന്നെ അവരാണ് രാജ്യം ഭരിക്കുന്നവരായി മാറുന്നത്. പിന്നെ അവരെയും സ്ഥാനഭ്രഷ്ടരാക്കുന്ന നമ്മുടെ കയ്യിലിരിപ്പ്. വൃത്തിയായി പല്ല് കഴുകാതിരിക്കുകയും പല്ല് തേക്കാതിരിക്കുകയും ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുകയും ചവക്കുകയും അരക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ രാജാക്കന്മാരും ഒന്നൊന്നായിട്ട് നമ്മളിൽ നിന്നും വിട ചൊല്ലി പോകും. അങ്ങനെ കുറേ കഴിയുമ്പോൾ നമ്മളൊക്കെ പല്ലില്ലാത്തവരായി മാറിപ്പോകാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. അടുത്തൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ആന ഈ വലിയ ചെവി ഇങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കുക? ആ ചോദ്യവും കുട്ടികളൊക്കെ മാതാപിതാക്കളോട് ചോദിച്ചിട്ടുണ്ടാകും, അമ്മേ എന്താണ് ഈ ആന എപ്പോഴും ഇങ്ങനെ ചെവി ആട്ടിക്കൊണ്ടിരിക്കുന്നത്? അത് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു ബാലൻസിങ് പ്രോസസ്സാണ്. കാരണം ആന ഇങ്ങനെ ചെവി ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തെ താപവുമായിട്ട് അകത്തെ താപത്തിന് ഒരു ബാലൻസ് വരുന്നു. കാരണം അകത്തുള്ള ചൂട് താപം ആവിയായിട്ട് പുറത്തേക്ക് പോകുന്നു, അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. അങ്ങനെ പോകുന്നതിന് വേണ്ടിയും അകത്തെ ചൂട് കുറച്ച് പുറത്തെ ചൂടുമായിട്ട് ഒരു ബാലൻസിങ് കൊണ്ടുവരുന്നതിന് വേണ്ടിയും അതിനുവേണ്ടി ആന ഇങ്ങനെ ചെവി ആട്ടിക്കൊണ്ടിരിക്കും. അടുത്ത ചോദ്യം വീണ്ടും, അങ്ങനെയാണെങ്കിൽ ഈ നായ എന്തുകൊണ്ടാണ് നാവിങ്ങനെ പുറത്തേക്ക് നീട്ടിക്കൊണ്ടിരിക്കുന്നത്? അതും ഇതേ പ്രോസസ്സ് തന്നെയാണ്. നാവ് പുറത്തേക്ക് നീട്ടിയിടുമ്പോൾ അകത്ത് കെട്ടിക്കിടക്കുന്ന ചൂട് പിടിച്ച എന്തൊക്കെയോ പുറത്തേക്ക് താപമായിട്ട് അന്തരീക്ഷത്തിൽ ലയിച്ചു പോകുന്നു. അപ്പോൾ അകത്തെ ചൂട് കുറക്കുവാൻ വേണ്ടി നായ പുറത്തേക്ക് നാവ് നീട്ടിയിടും. നീട്ടിയിട്ട് അകത്ത് ഒരു എയർ കൂളർ കൊണ്ടുവരുന്ന പ്രതീതി ഉളവാക്കും. അതുകൊണ്ട് പാവം നായ പുറത്തേക്ക് നാവ് നീട്ടുമ്പോൾ ഉടൻ തന്നെ നായയെ നാവ് നീട്ടല്ലേ എന്ന മട്ടിൽ പറഞ്ഞേക്കരുത്. പാവം നായയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന AC നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്വിച്ച് ഓഫ് ആക്കി കളയേണ്ട ആവശ്യം ഇല്ലല്ലോ. ഇനി അടുത്ത ഒരു ചോദ്യം, മണ്ണിലേക്ക് വേനൽ മഴ പെയ്തിറങ്ങുമ്പോൾ എന്തൊരു സുന്ദരമായ ഗന്ധമാണ്. അതിനെക്കുറിച്ച് എത്രയെത്ര കവികളാണ് ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത്. ആ ഗന്ധത്തിൻ്റെ കാരണം എന്താണ്? അതായത് നല്ല വരണ്ട് കിടക്കുന്ന മണ്ണിൽ അലുമിനിയം, ഇരുമ്പ്, കാൽസ്യം എന്നീ ലോഹങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ ചില സ്വതന്ത്ര സിലിക്കയും ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ചേർത്ത് ഹ്യൂമൂസ് എന്ന് പറയുന്നുണ്ട്. ഈ ചുട്ടുപഴുത്ത മണ്ണിലേക്ക് ആദ്യത്തെ മഴത്തുള്ളികൾ വന്ന് ചേരുമ്പോൾ അവിടെ സ്റ്റീം ഡിസ്റ്റിലേഷൻ, ആവി സ്വേദീകരണം എന്നൊരു പ്രോസസ്സ് സംഭവിക്കുന്നുണ്ട്. ജലത്തിൽ ലയിക്കാത്ത ചില കാർബണിക യൗഗികങ്ങൾ അവയുടെ തിളനിലയിലേക്ക് തപിപ്പിക്കുമ്പോൾ വിഘടിക്കും. എന്നാൽ നീരാവിയിൽ ചൂടാക്കിയാൽ അവ ബാഷ്പീകരിക്കപ്പെടും. ഇതിനാണ് ആവി സ്വേദീകരണം എന്ന് പറയുന്നത്. ഈ ആവി സ്വേദീകരണം സംഭവിക്കുന്നതുകൊണ്ടാണ് സുഖകരമായിട്ടുള്ള ഒരു സുഗന്ധം പരക്കുന്നത്. അടുത്ത ചോദ്യം, പൂവൻകോഴി കൂവുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എല്ലാവരിലും ഒരു ബയോളജിക്കൽ ക്ലോക്കുണ്ട്. ഈ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ 4 മണിക്ക് നാളെ തുടങ്ങി ഉണർന്നെഴുന്നേക്കാൻ തുടങ്ങുന്നു കരുതുക. വെളുപ്പിന് 4 മണിക്ക് അലാറാമിൻ്റെ സഹായത്തോടുകൂടി നിങ്ങൾ 20 ദിവസം എഴുന്നേറ്റ് നോക്കുക.
21ാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് അലാറവും വേണ്ട, ക്ലോക്കും വേണ്ട, നിങ്ങൾ താനെ ഉണരും. നിങ്ങളുടെ ബയോളജി ക്ലോക്ക് പ്രവർത്തിച്ചു തുടങ്ങുന്നു. ഇത് തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ബയോളജി ക്ലോക്കുണ്ട്. അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് പുലർച്ചെയാകുമ്പോൾ കോഴി മാത്രമല്ല, ഒരുപാട് കിളികൾ കൂകിത്തുടങ്ങും. പിന്നെ മെല്ലെ ചിലക്കാൻ തുടങ്ങും. പിന്നെ ചിലക്കലിൽ കൂവൽ മുമ്പന്തിയിൽ നിൽക്കുന്നതുകൊണ്ട് കോഴിയുടെ കൂവൽ നമ്മളെല്ലാവരും കേൾക്കുന്നു. ഈ കോഴി കൂവുന്നത് നിശ്ചിത സമയത്ത് തന്നെയാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ ബയോളജിക്കൽ പ്രോസസ്സ്. രണ്ടാമത്തെ ഒരു കാര്യം, അത് ഇര പിടിക്കാൻ തുടങ്ങുന്നു എന്ന് തൻ്റെ അനുയായികൾക്കും കൂട്ടർക്കും നൽകുന്ന സന്ദേശമാണത്. ദാ ഇപ്പോൾ തുടങ്ങുകയാണ് വലവിരിക്കലും ഇരപിടിക്കലും, അതുകൊണ്ട് കൂട്ടരെ കൂട്ടുചേരൂ എന്നാണ് സന്ദർഭോചിതമായിട്ട് പറയുന്ന സന്ദേശം. മൂന്നാമത്തെ റീസൺ കൂടിയുണ്ട്. ഒരു പൂവൻ കോഴി ഇങ്ങനെ ചിറക് വിരുത്തി നിന്ന് അന്തസ്സോടുകൂടി രാജകീയ പ്രൗഢിയിലാണ് കൂവുന്നത്. എൻ്റെ അർത്ഥം എന്താണ്? ഈ സ്ഥാനത്തിൻ്റെ രാജാവ് ഞാൻ തന്നെയാണ്, എന്നെ തോൽപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല. അപ്പോൾ ഏറ്റവും ഉച്ചത്തിൽ, ഏറ്റവും സ്വരത്തിൽ, ഏറ്റവും നീണ്ട നേരത്തേക്ക് പാടുന്ന അല്ലെങ്കിൽ കൂവുന്ന കോഴിയെ തേടിയാണ് അത്രേ മറ്റു ധാരാളം കോഴികൾ എത്തിച്ചേരാറ്. അപ്പോൾ അയാളാണ് കോഴികളുടെ, പൂവൻ കോഴികളുടെ മഹാരാജാവായി അവരോധിക്കപ്പെടുക. അടുത്തായിട്ട്, നിങ്ങൾ വല്ലാതെ ക്ഷീണിക്കുമ്പോൾ കാപ്പി കുടിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? കാപ്പി കുടിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ആളുകൾ പറയും കാപ്പി കുടിക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം കാപ്പിക്കുരുവിൽ 1% കഫീൻ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വല്ലാതെ ക്ഷീണിച്ച് തളർന്നിരിക്കുമ്പോൾ ഈ കഫീൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് ചെന്ന് ചേരുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു ഉത്തേജനം നിങ്ങൾക്ക് തോന്നും. പക്ഷേ നിങ്ങൾ ഒന്നിൽ കൂടുതൽ കപ്പ് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷനാണ് സംഭവിക്കുക. ആദ്യം വലിയ ആക്റ്റീവായി തോന്നുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് മന്ദത തോന്നും. കാരണം കഫീൻ ചേർന്ന എലമെൻറ്റ്സ് നിങ്ങളുടെ ശരീരത്തിൽ കൂടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണത്തിന് പകരമായിട്ട്, ഉണർവിന് പകരമായിട്ട് ക്ഷീണം വന്ന് ചേരാം. പക്ഷേ ഒരു കപ്പ് കാപ്പിയൊക്കെ കുടിക്കുകയാണെങ്കിൽ കാപ്പിയുടെ ഗന്ധം തന്നെ രക്തക്കുഴലുകളെ ഉത്തേജിപ്പിക്കും. തലച്ചോറിലേക്ക് രക്തപ്രവാഹം കൂടും. പിന്നെ കാപ്പി കുടിക്കുമ്പോൾ ഹൃദയം ഉത്തേജിപ്പിക്കപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സമയം ജോലി ചെയ്യാൻ പറ്റും. പിന്നെ വൃക്കകൾ ഉത്തേജിക്കപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ രക്തം ശരിയായി ശുദ്ധീകരിക്കപ്പെടുന്നു. നിങ്ങൾക്ക് കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് തോന്നും, ഫ്രീ ആയിട്ട് തോന്നും. ചില ആളുകൾ കാപ്പി കുടിച്ച് കഴിയുമ്പോൾ നല്ല മൂഡിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇനി ഗ്യാസ്ട്രിക് ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കപ്പെടുന്നതുകൊണ്ട് എന്തെങ്കിലും ദഹന പ്രക്രിയയും കൂടും. അതുകൊണ്ട് ഇറ്റലിയിലും മറ്റും ഭക്ഷണം കഴിച്ചതിന് ശേഷം കാപ്പി കുടിക്കാറുണ്ട്. കുറച്ചുകൂടി നല്ല ഡൈജസ്റ്റീവ് പ്രോസസ്സ് സംഭവിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് കാപ്പി മിതമായി കുടിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അമിതമായി എന്ത് ഭക്ഷിക്കുന്നതും നല്ലതല്ല എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇനി അടുത്ത ഒരു ചോദ്യം, നന്നായിട്ട് ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞു കഴിയുമ്പോൾ എമ്പക്കം വരും. ചോദ്യം കുട്ടിക്കുസൃതിയോടുകൂടി, വയറ് നിറഞ്ഞു കഴിയുമ്പോൾ എമ്പക്കം വരുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കുമ്പോൾ ആഹാരത്തോടൊപ്പം അല്പം വായുവും അകത്തേക്ക് ചേരും. കൂടുതൽ ആഹാരം കഴിച്ചാൽ കൂടുതൽ വായു അകത്തേക്ക് വന്നു ചേരും. ഇനി ആമാശയത്തിൽ വായുവിന് നിൽക്കാൻ ഇടമില്ലാത്ത അവസ്ഥയാവും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വായു മാത്രമല്ല, നിങ്ങളുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ചില അസിഡിക് എലമെൻ്റ് ഉണ്ടാകുന്നുണ്ട്, ചില വാതകങ്ങൾ. ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന് കഴിയുമ്പോൾ ആമാശയത്തിൽ ഒരല്പം പോലും ഇടമില്ല. ആരും അടുത്തൊരാൾ കയറാൻ പറ്റാത്ത വിധത്തിൽ ബസ്സിൽ കുത്തി നിറച്ച് ആളുകളെ കയറ്റുന്ന പോലെയാണ്. ഒരല്പം പോലും ഇടമില്ല. അങ്ങനെ ഒരു എന്ത് സംഭവിക്കും? അങ്ങനെ വന്നു കഴിയുമ്പോൾ ആമാശയത്തിൻ്റെ വാതിൽ തള്ളി തുറന്ന് ഈ തിങ്ങി നിൽക്കുന്ന വായുവിൽ ചില കണങ്ങൾ പുറത്തേക്ക് ചാടും. അത് ചാടുമ്പോൾ ഒരു സ്വരം ഉണ്ടാവും. ആ സ്വരത്തിൻ്റെ പേരാണ് ഏമ്പക്കം എന്നുള്ളത്. അപ്പോൾ അടുത്ത തവണ ഏമ്പക്കം വിടുമ്പോൾ ഓർത്തേക്കുക, അകത്ത് അനാവശ്യമായി തിങ്ങി നിൽക്കുന്ന പാവപ്പെട്ട വായു രക്ഷപ്പെടുവാൻ വേണ്ടി പെടാപ്പാട് പെട്ടിട്ട് ആമാശയത്തിൻ്റെ വാതിലും തള്ളി തുറന്ന് പുറത്തേക്ക് എൻ്റെ അമ്മോ എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നതാണ്. അതിനെയാണ് നമ്മൾ ഏമ്പക്കം എന്ന് വിളിക്കുക. വീണ്ടും ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പാറ്റയെ നിങ്ങൾ തല വെള്ളത്തിൽ മുക്കിയിട്ടാൽ പാറ്റ ചത്തുപോകുമോ ഇല്ലയോ? ഉത്തരം, പാറ്റ ചത്തുപോകുകയേ ഇല്ല. കാരണം പാറ്റ ശ്വസിക്കുന്നത് നമ്മളെപ്പോലെ നാസാരന്ധ്രങ്ങൾ വഴിയല്ല, മറിച്ച് പാറ്റയുടെ ശരീരപാർശ്വങ്ങളിൽ ട്രാക്യ
എന്നൊരു നാളീവ്യൂഹമുണ്ട്. അതിൻ്റെ സഹായത്തോടു കൂടിയാണ് പാറ്റ ശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൊച്ചുകുട്ടികളെ പാറ്റകളെ കൊല്ലാൻ വേണ്ടി തല വെള്ളത്തിൽ മുക്കി വെച്ചാലും ചത്തുപോകില്ല. ഇനി പാറ്റയെ മുഴുവൻ വെള്ളത്തിലേക്ക് മുഴു ശരീരത്തോടു കൂടി മുക്കിയിട്ട് കഴിഞ്ഞാൽ പാറ്റ ചത്തുപോകും. വീണ്ടും ചോദ്യം, നിങ്ങളെല്ലാവരും എപ്പോഴെങ്കിലും പറക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും പറക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ പറക്കാൻ പറ്റാത്തതിന് കാരണം എന്താണ്? എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് പറക്കാൻ പറ്റാത്തത്? ഈ സൂഫി സന്യാസികൾ പറയുന്നത് മനുഷ്യർക്ക് പറക്കാൻ പറ്റാത്ത ചിറകില്ലാത്തതുകൊണ്ടല്ല, മനസ്സിൽ ഞാനെന്ന ഭാവത്തിൻ്റെ ഭാരമുള്ളതുകൊണ്ടെന്നാണ്. പക്ഷേ ശാസ്ത്രീയമായ ഉത്തരം എന്താണ്? പറക്കണമെന്നുണ്ടെങ്കിൽ ഭാരം കുറഞ്ഞ ചട്ടക്കൂട് വേണം, മൃദുവായ എല്ല് വേണം, പിന്നെ ശരീരത്തിൽ നിറയെ വായു അറകൾ വേണം, പിന്നെ വായുവിൻ്റെ പ്രതിരോധം കുറയ്ക്കുവാൻ പര്യാപ്തമായ വിധത്തിലുള്ള ശാരീരികമായ ആകൃതി വേണം. ഇതൊന്നും മനുഷ്യർക്കില്ല. മനുഷ്യരുടെ ശരീരത്തിൽ വായു അറകളില്ല, അവരുടെ മസിലുകൾ പക്ഷികളുടെ അത്ര ശക്തിയുള്ളതല്ല, പിന്നെ വായുവിൻ്റെ പ്രതിരോധം കുറയ്ക്കുവാൻ തക്ക വിധത്തിലുള്ള ആകൃതിയല്ല ശരീരത്തിനുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് പറക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് കുഞ്ഞു കൂട്ടുകാരെ, നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾക്ക് പറക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല. പക്ഷേ ചില മിടുക്കന്മാർ പ്രത്യേക രീതിയിലൊക്കെ ശരീരത്തെ വിന്യസിപ്പിച്ചെടുത്ത് ആകാശത്തിലൊക്കെ പറക്കാറുണ്ട്. അതെല്ലാവർക്കും പറ്റില്ലല്ലോ. അതുകൊണ്ട് പറക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സുകൊണ്ടെങ്കിലും പറന്നുയരുക, ജീവിതം കൊണ്ട് പറന്നുയരുക. അങ്ങനെ പറന്നുയർന്ന് ആകാശങ്ങളുടെ ഭാഗമായി മാറുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുകൊണ്ട് വീണ്ടും പറന്നുയരണമെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിറയെ ചോദ്യങ്ങളുണ്ടാകട്ടെ. ഉത്തരങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടവർ സത്യത്തിൽ ചത്തവരെ പോലെയാണ്. അവർ ആകാശത്തിൻ്റെ കീഴെ ഒരു കൂട് പണിത് ആ കൂട്ടിനുള്ളിൽ ചതഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. കൂടൊക്കെ വെടിഞ്ഞ് അതൊക്കെ പൊട്ടിച്ച് പുറത്തു വന്ന് ചോദ്യങ്ങൾ ചോദിക്കുക. എന്തുകൊണ്ട്, എന്തുകൊണ്ട്, എന്തുകൊണ്ട്? ഉത്തരം പല രൂപത്തിൽ പല ഗുരുക്കന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ ഉത്തരങ്ങളും ചോദ്യങ്ങളും നിങ്ങൾക്ക് ചുറ്റിലും നിങ്ങളുടെ ഉള്ളിലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ആശംസകൾ നേരുന്നു. നല്ല യാത്ര വീണ്ടും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.